കേരളത്തിലെ ജനങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണം കൈയാളിയപ്പോൾ ഏറെ ചർച്ചാ വിഷയം ആയിരുന്നു. അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന അതിഗംഭീരമായ കോർപ്പറേഷനിലെ സിറ്റിങ്ങിൻ്റെ വിശദമായ കാഴ്ചകളാണ് നാം ഇപ്പോൾ കാണാൻ പോകുന്നത്. വളരെ ശക്തമായ വാഗ്വാദങ്ങളും പെരുമാറ്റങ്ങളും കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു ഇന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ അജണ്ട 1 മുതൽ 11 വരെ ഡെപ്യൂട്ടി മേയർ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 1 മുതൽ 11 വരെയുള്ള വിഷയം കൗൺസിൽ മുമ്പാകെ വായിക്കണമെന്നുണ്ട്. ഓരോ അജണ്ടയായിട്ട് വായിക്കണം. അടുത്ത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരെണ്ണം. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേത് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിക്കുന്നത് പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുന്നു. വികസനകാര്യം തിരുവനന്തപുരം നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് 20 വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡികൾ മുഖേന ലഭിച്ചിട്ടുള്ള കരട് നിർദ്ദേശം ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട പാസ്സായിട്ടുണ്ട്. മറ്റൊരു അറിയിപ്പ്. തിരുവനന്തപുരം നഗരസഭ ജനകീയ ആസൂത്രണ പദ്ധതി 2026-27 സാമ്പത്തിക വർഷത്തെ വാർഡ് സഭ കൂടുന്നതിനെ ബന്ധപ്പെട്ട് 1-2-2026 മുതൽ 1-10-2-2026 വരെ വാർഡ് സഭ കൂടുന്ന തീയതി, സമയം, സ്ഥലം എന്നിവ നിശ്ചയിച്ച് 31-1-2026 ജനകീയ ആസൂത്രണ വിഭാഗത്തിൽ രേഖാമൂലം ലഭിക്കേണ്ടതാണ്. കൗൺസിലർമാരുടെ അറിവിലേക്കാണ്. കൗൺസിലർമാർ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കണം. 10 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. 10 ദിവസത്തിനകത്ത് നമ്മുടെ വാർഡിലുള്ള എല്ലാ വാർഡ് സഭകളും കൃത്യമായി കൂടുകയും അതിന്റെ മിനിറ്റ്സ് കറക്റ്റ് 11-ാം തീയതി തന്നെ എല്ലാ കൗൺസിലർമാരും എത്തിക്കേണ്ടതും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 10 ദിവസം. അടുത്ത മരാമത്ത് ചെയർപേഴ്സൺ. സർ, മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 1 മുതൽ 26 വരെയുള്ള അജണ്ടകൾ, അതില് 14 കഴിഞ്ഞ അജണ്ടയിൽ വന്നതാണ്. അതൊഴിച്ച് ബാക്കി 25 അജണ്ടകൾ പാസ്സാക്കുവാനായി കൗൺസിൽ മുമ്പാകെ. നമ്മുടെ മരാമത്ത് കമ്മിറ്റി പാസ്സാക്കിയ വിഷയങ്ങളിൽ ഇതിൽ വ്യക്തമായിട്ട് ഏത് ഫണ്ടാണ് എന്നുള്ളത് അടുത്ത അജണ്ടകളിലൂടെ സൂചിപ്പിക്കണം. കാരണം ഇപ്പം 3ാമത്തെ അജണ്ട പൂജപ്പുര വാർഡിൽ കുന്നിൽ റോഡിൽ നവീകരിക്കുന്നതിന് എഞ്ചിനീയർ വിഭാഗം ഏത് ഫണ്ട്, പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ എന്നുള്ളത് വ്യക്തമായി അതുപോലെ എല്ലാ അജണ്ടകളിലും ആ ഒരു വ്യക്തത വരുത്തിയാൽ നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും. അത് മിക്കവാറും 8ാമത്തെ അജണ്ടയിൽ അത് നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ഷന് മുമ്പ് നടത്തിയ ഒരു വിഷയമാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം അത് പ്രാവർത്തികമായി ആ അജണ്ട ഇതിനകത്ത് വന്നിട്ടില്ല. 25 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാമ്പുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇങ്ങനെ കുറെ അവ്യക്തത ഈ പല അജണ്ടകളിലുമുണ്ട്. അതോടൊപ്പം തന്നെ 13ാമത്തെ അജണ്ട
31 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് പുതുതായിട്ട് വലിയതുറ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക്. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലേക്ക് വേണം. അത് പക്ഷേ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തുവാൻ അടുത്ത നഗരസഭയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പ്ലാൻ ഫണ്ടിൽ ആ വർക്ക് വെച്ച് വരുത്തുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഓൺ ഫണ്ട് അത്ര ലക്ഷങ്ങൾ രൂപ ചെലവാക്കുന്നത് ഈ ഒരു 2 മാസത്തേക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അത് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അത്തരത്തിൽ തന്നെ 12ാമത്തെ അജണ്ട തിരുവനന്തപുരം നഗരസഭ വെള്ളാർ വാർഡിലെ വിവിധ റോഡുകളുടെ കുഴി അടയ്ക്കുന്നതിനായി. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ. ഈ റോഡുകളിലെല്ലാം കുഴി എന്നുള്ളതാണോ അതോ ബാക്കി എല്ലാ വാർഡുകളും ഈ കുഴി അടയ്ക്കാൻ പ്രത്യേകം പണമുണ്ടോ അതൊന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാം. ഈ കുഴി അടയ്ക്കാനൊക്കെ പൈസ കൊടുക്കുമ്പം അതും പ്ലാൻ ഫണ്ടുകളിൽ നിന്ന് കുഴി അടപ്പിച്ചാൽ കൊള്ളാമായിരിക്കും. ബാക്കി ഇതൊന്ന് വിശദമാക്കിയ മരാമത്ത് മറുപടി. വളരെ നല്ല നിർദ്ദേശമാണ് ശ്രീമതി രാഗി രവികുമാർ പറഞ്ഞത്. പക്ഷെ അതൊരു 6 മാസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ നടന്നുപോയേനെ. കാരണം അല്ല, ഞാനിത് സൂചിപ്പിക്കാൻ ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെന്നേ. അല്ല നിങ്ങൾക്ക് മാത്രം എന്റെ പേര് പറയാൻ തിരിച്ചു കേട്ടപ്പോ നോവണ. ഒന്നിരിക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞാനീ പറയുന്നത് ഇതെല്ലാം പാസ്സാക്കിയത്, ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം പാസ്സാക്കിയിരിക്കുന്നത് 30/10/2025. ഇത് ആരുടെ ഭരണസമിതി ആയിരുന്നു? ഈ പറഞ്ഞ വെള്ളാർ വാർഡിൽ അന്ന് കൗൺസിലർ ആരായിരുന്നു? അന്നത്തെ കൗൺസിലർ അവിടെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി. മാത്രമല്ല, കഴിഞ്ഞ 4 വർഷവും വളരെ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു പോട്ട് ഹോൾ ഫില്ലിംഗ്, അല്ലേ? റോഡിന്റെ കുഴിയടയ്ക്കൽ പദ്ധതി വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഭരണസമിതി. പക്ഷെ നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല. കിട്ടാതെ പ്രഖ്യാപനത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുകയും ചില വാർഡുകളിൽ നൽകപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. അപ്പൊ ഈ പദ്ധതി അവതരിപ്പിച്ചത് കഴിഞ്ഞ ഭരണസമിതി, 45 വർഷം ഭരിച്ചിരുന്ന ഭരണസമിതിയുടെ തുടർച്ചയായിട്ട് വന്ന ഭരണസമിതി പറയുകയും ആ വെള്ളാർ വാർഡിൽ അന്ന് നമ്മളെല്ലാവരും അറിയുന്നത് അത് CPM കൗൺസിലറാണ് അവിടെ ജയിച്ചു എന്നാണ്. CPIയുടെ LDFന്റെ കൗൺസിലർ അവിടുത്തെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്തു. അത് പാസ്സാക്കി, മരാമത്ത് കമ്മിറ്റി പാസ്സാക്കി. അതിനുശേഷം കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു, പക്ഷെ കൗൺസിൽ യോഗം ഇല്ലായിരുന്നു. നവംബർ മാസം 10-ാം തീയതിയാണ് നമ്മുടെയൊക്കെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. അതിന് തൊട്ട് മുമ്പായിട്ടുള്ള മരാമത്ത് കമ്മിറ്റി പാസ്സാക്കിയിട്ട് അത് കൗൺസിലിലേക്ക് വിടുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പോ സംഭവിക്കാൻ പോണത് എന്താണ്? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ കൗൺസിലർ പറയും ഞാനായിട്ട് പാസ്സാക്കി, ഇന്നത്തെ കൗൺസിലർ അത് ചെയ്യാൻ പറ്റാതെ മാറ്റി വയ്ക്കുമ്പോൾ പറയും ഇന്നത്തെ കൗൺസിലർ വന്നപ്പോ ഇത് നടന്നില്ല എന്ന്. അപ്പൊ അന്ന് ചെയ്തതിന്റെ ക്രെഡിറ്റ് CPMന് കിട്ടുകയും LDFന് കിട്ടുകയും വേണം. ഇന്ന് ചെയ്യാത്തതിന്റെ പേരുദോഷം BJPയുടെ കൗൺസിലർ, അവിടെ ജയിച്ച കൗൺസിലർ അനുഭവിക്കുകയും വേണം. ഇതാണോ നാടിന്റെ വികസനത്തിനുള്ള കാഴ്ചപ്പാട്? ഇത്തരത്തിലാണോ നാടിന്റെ വികസനം നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ഇപ്പോ ഉണ്ടാവുമ്പോ ഇതൊക്കെ കഴിഞ്ഞ 5 വർഷം ആരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അജണ്ടകള് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് മുൻകൂർ അനുമതി, മേയർ കൊടുത്ത മുൻകൂർ അനുമതി കൗൺസിലിലേക്ക് വരുന്നത്. അപ്പൊ ഇത് പറയുമ്പോ കേൾക്കുമ്പോ കൊള്ളാം, തിയറിറ്റിക്കലി കൊള്ളാം, പ്രാക്ടിക്കലി ഒട്ടും പ്രായോഗികം അല്ലാത്തൊരു അഭിപ്രായമാണ് ശ്രീമതി രാഗി രവികുമാർ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് ഇന്നിപ്പോ വാർഡിൽ അനുവദിച്ച് അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് എത്തുമ്പോൾ തടസ്സപ്പെടുത്തുകയും അത് നടപ്പിലാവുന്ന സമയത്ത് അതിന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ പ്രശ്നമില്ല, അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പ്രശ്നമില്ല, ഇംപ്ലിമെന്റേഷൻ സമയത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു പോയി, അപ്പോൾ അത് തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അങ്ങനെ അത് ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതില് ഈ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു, വലിയതുറ തീരദേശ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു, കെട്ടിടത്തിന്റെ ചോർച്ച പരിഹരിക്കുന്നതിനാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുകയാണ് പ്ലാൻ ഫണ്ട് വരട്ടെ, മാർച്ച് മാസം കഴിയട്ടെ, പ്രോജക്റ്റ് ആക്കട്ടെ, അതിന്റെ ടെൻഡർ നടക്കട്ടെ എന്ന് പറഞ്ഞു വെക്കണമോ? അതാ ഹോസ്പിറ്റൽ പോലെ അടിയന്തരമായിട്ട് ഇത്രയേറെ രോഗികൾ, അതും വലിയതുറ പോലെ ഉള്ള ഒരു തീരദേശ പ്രദേശത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെത്തുന്ന ആ സ്ഥലത്ത് ആ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടിയിട്ട് മരാമത്ത് കമ്മിറ്റി അവരും ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ചെയ്തു എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത്.
വളരെയേറെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുന്നതിൽ ഒരെണ്ണം ഈ 31,05,000 രൂപയുടെ ആയിരിക്കുമല്ലോ. അപ്പൊ അന്ന് അത് അനുവദിക്കുമ്പോ കുഴപ്പമില്ല. പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ അല്ലെങ്കിൽ തീരദേശത്തെ ചോർച്ചയാണോ ഇതൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുകയും ഇത് പറയിപ്പിക്കുന്നതാണ്. ഇതിൽ ആർക്കും വിഷമം തോന്നരുത്. വ്യക്തിപരമായിട്ട് താങ്കളുടെ പേര് പറഞ്ഞത് താങ്കളുടെ ആ അഭിപ്രായം ഉന്നയിച്ചുകൊണ്ടാണ്. എന്റെ അഭിപ്രായം ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ രേഖപ്പെടുത്തിയപ്പോൾ താങ്കളും അടുത്ത തവണ എഴുന്നേറ്റ് നിന്ന് എന്റെ പേര് ഉന്നയിച്ചാണ് പറഞ്ഞത്. ഞാൻ നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ. അപ്പോ ഇത് പറയുമ്പോ ഇത്തരത്തിലുള്ള പ്രവണതകൾ ബഹുമാനപ്പെട്ട മേയർ അനുവദിക്കാൻ പാടില്ല. കാരണം ഇത് പ്ലാൻ ഫണ്ടിന്റെയോ ഓൺ ഫണ്ടിന്റെയോ കൺസേൺ ഒന്നും അല്ല. ഇത് അനുവദിച്ചപ്പോൾ LDF കൗൺസിലർ ആയിരുന്നു, ഇംപ്ലിമെന്റേഷൻ സമയത്ത് BJP കൗൺസിലറാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാലുള്ളത്. അപ്പൊ അനുവദിക്കുമ്പോ വേണം, നടപ്പിലാക്കുന്ന സമയത്ത് വേണ്ട എന്നുള്ളത് വേണ്ട. ഇത് ഒരു കാരണവശാലും ഇത്തരം അജണ്ടകൾ ഇനി ഏത് വാർഡിലായാലും ശരി തന്നെ അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണം. ഓൺ ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഓൺ ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ പ്ലാൻ ഫണ്ടിലേക്ക് ഇതിപ്പോ അനുവദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യതയിൽ, അല്ലെങ്കിൽ ഓൺ ഫണ്ടിൽ അനുവദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വരുന്ന പ്ലാൻ ഫണ്ടിൽ ഇതിനെ എന്തെങ്കിലും ഉൾപ്പെടുത്താനുള്ള മാർഗം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ അനുവദിക്കാതിരിക്കരുത്. ഈ തീരദേശ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ LDFന്റെ കൗൺസിലർ എതിർത്തിട്ടുണ്ടെങ്കിലും അത് അനുവദിക്കുക തന്നെ വേണം. അത് അനുവദിച്ചുകൊണ്ട് അത് അടിയന്തരമായിട്ട് നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് നമ്മൾ പോകണമെന്നാണ് എനിക്ക് കൗൺസിൽ മുമ്പാകെ പറയാനുള്ളത്. തീരദേശ വാർഡായ വലിയതുറ വാർഡിനെ കുറിച്ചാണ് ഇവിടെ ഒരു ചർച്ച വന്നിരിക്കുന്നത്. ഞാനിത് പറഞ്ഞു, 15,000 മത്സ്യത്തൊഴിലാളികൾ പറയുമ്പോ അഭിപ്രായം പറയുക. ഞാൻ ഇരിക്കണം, മേരി ഉത്സവം ഇരിക്കണം, പറയുന്ന കാര്യം മനസ്സിലാക്കുക. ഇതിൽ ഏതെങ്കിലും അജണ്ട അംഗീകരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഈ എഴുതാപ്പുറം വായിക്കുക എന്നൊരു ശീലം, എഴുതാപ്പുറം വായിക്കുക എന്നുള്ള ശീലം ഗിരി വരുത്തി വയ്ക്കുകയാണ്. ഞാൻ ഈ അജണ്ടകളിൽ ഏതെങ്കിലും എതിർത്തോ, ഏതെങ്കിലും വേണ്ട എന്ന് പറഞ്ഞോ? വ്യക്തത വരുത്തണം. പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ എന്ന് ദയവായി അജണ്ടകൾ അടിച്ചു വരുമ്പോൾ അതൊന്ന് വ്യക്തത വരുത്തണം. അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന തുകകൾ പ്ലാൻ ഫണ്ടിൽ തന്നെ ഉൾപ്പെടുത്തി വരുത്തണം. അല്ലാതെ ഇത് നടത്തുന്ന ഒരിടത്തും പറഞ്ഞില്ല. പക്ഷെ ഗിരി ഇന്ന് ഭയങ്കരമായി കവലപ്രസംഗം നടത്തുന്ന പോലെയാണ് ഇപ്പൊ കൗൺസിൽ യോഗത്തിൽ വന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഗിരിക്ക് നല്ല സോഷ്യൽ മീഡിയയിലെ ട്രോളുകളോ വല്ലതൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ അത് കയ്യിൽ വെച്ചിരിക്കുക. ഞാൻ സോഷ്യൽ മീഡിയ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ല. ഞാൻ നന്നായി പ്രവർത്തിച്ച് എന്റെ വാർഡുകളിൽ പ്രവർത്തിച്ചു തന്നെ ഒരു പ്രാവശ്യം ഈ വാർഡിൽ മത്സരിച്ച് അടുത്ത വാർഡിൽ പോയി അവിടെ നിന്ന് ഒളിച്ചോടി അപ്പുറത്തോട്ട് പോയി ഞാൻ മത്സരിക്കാറില്ല. ഞാൻ ഈ 4 തവണയും എന്റെ അവിടുത്തെ ജനപ്രതിനിധി ആയിട്ടുണ്ടെങ്കിൽ അവിടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ആളായതാണ്. എനിക്ക് ട്രോളിലൂടെ വലുതാവണ്ട. പക്ഷെ ട്രോളാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി ഇതിനകത്ത് സൂചിപ്പിച്ചു. ഈ പറഞ്ഞ അജണ്ടകളിൽ വളരെ വ്യക്തത വരുത്തണം. നിങ്ങൾ പ്ലാൻ ഫണ്ട് ചെലവാക്കുന്നതിന് വേണം, ഓൺ ഫണ്ടാണോ ചെലവാക്കുന്നത് അത് വേണം. ഇതിനകത്ത് ഓരോ അജണ്ടയെ സൂചിപ്പിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നടത്തിയ പ്രവൃത്തികളല്ല, എസ്റ്റിമേറ്റ് എടുക്കുന്നതിനെ കുറിച്ചാണ്. എസ്റ്റിമേറ്റിനുള്ള അനുമതിയാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും എസ്റ്റിമേറ്റ് അനുമതി കൊടുക്കുന്ന ആരെങ്കിലും തടസ്സം പറഞ്ഞോ? എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഫണ്ടാണ് യൂട്ടിലൈസ് ചെയ്തതെന്ന് കൂടെ വ്യക്തമാക്കി കൊടുക്കണം എന്നല്ലേ സൂചിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് ഗിരി പറഞ്ഞതും പറയാത്തതും കഴിഞ്ഞ കൗൺസിലുകളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കഴിഞ്ഞത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കഴിഞ്ഞത് പറയാതെ പോകാൻ പറ്റില്ല, അങ്ങനെ വേണ്ടി പറയുന്നതാണെങ്കിൽ ഒരുപാട് കാര്യം പറയണം. ഞങ്ങൾ ഒരു 2-3 ദിവസം മുമ്പ് ഒരുപാട് പ്രതീക്ഷിച്ചൊക്കെയാണ് ഇവിടെ ഇരുന്നത്. നിങ്ങൾ പറഞ്ഞതൊന്നും പ്രവർത്തിച്ചതല്ല, വാക്കൊന്നും പ്രവൃത്തി രണ്ടുമായി നടത്തുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയില്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഇവിടെ എന്താ നടത്തിയത്? നിങ്ങൾ ഇവിടെ തലേദിവസം പോയി പ്രസംഗം നടത്തുന്നു, നാളെ ഒറ്റ ഉദ്യോഗസ്ഥരെ എല്ലാവരും ജോലി ചെയ്തോണം, കൃത്യമായി അവരവരുടെ സീറ്റിൽ ഇരുന്ന് 10 തൊട്ട് 5 വരെ ജോലി ചെയ്യണം, ജോലി ചെയ്യുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കും, അഴിമതിക്ക്. ഞങ്ങളെല്ലാം വികാരത്തോടെ കേട്ടിരുന്നു. വളരെ നല്ല കാര്യം. ജീവനക്കാർ പണിയെടുക്കേണ്ടവരാണ്. പക്ഷെ ജീവനക്കാർ പണിയെടുത്തപ്പോഴോ അടുത്ത ദിവസത്തെ വാർത്ത അവരെ അവിടെ നിന്ന് എടുത്ത് വേറൊരിടത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. എന്തിനാ സ്ഥലം മാറ്റിയത്? അവർ BJPക്ക് പിഴ ഇട്ടുപോയി. അതാണ് അവർ ചെയ്ത തെറ്റ്. അതിന്റെ അന്നും രാവിലെയും ബഹുമാനപ്പെട്ട മേയർ കൗൺസിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ പറയുകയാണ്, സോഷ്യൽ മീഡിയയിലൂടെ പറയുകയാണ്, അത് അവർ ചെയ്ത ജോലിയല്ലേ. നേരത്തെയും CPMന്റെ ഒരുപാട് ജില്ലാ സെക്രട്ടറിമാർക്ക് കൊടുത്തിട്ടുണ്ട്. ശരി, നല്ല കാര്യം. പക്ഷെ അടുത്ത ദിവസം വരുന്ന വാർത്തയോ മര്യാദയ്ക്കും മാന്യവുമായി പ്രവർത്തിച്ചിരുന്ന ഒരു വനിതയെ, റവന്യൂ ഓഫീസറായിട്ടുള്ള വനിതയെ, അവർക്ക് ഹൈക്കോടതിയിൽ നിന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോടതിക്ക് കയറുന്നതിന് മുമ്പ് കൊടുക്കുന്ന മറുപടിയായി തലകും വിലകും ഇവിടെ ഞങ്ങളുമൊക്കെ ബോർഡുകൾ വെക്കുന്നവരാണ്. പക്ഷെ ഒരു യാത്രാ തടസ്സവും
റെക്കോർഡ് വെച്ചിട്ടില്ല. ആർക്കും ഒരു മാർഗതടസ്സം ഉണ്ടാക്കിയില്ല. ഇവിടെ എല്ലാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം ഈ റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായി ഹൈക്കോടതി ചോദിച്ചപ്പോൾ മറുപടി കൊടുക്കുന്ന ഉദ്യോഗസ്ഥ മറുപടി കൊടുത്തു, പിഴ ഈടാക്കാനായി ഞങ്ങൾ നോട്ടീസ് കൊടുത്തു എന്ന്. അടുത്ത ദിവസം നിൽക്കുന്ന വാർത്ത. അപ്പം ഈ പറയുന്നതൊന്നും പ്രവൃത്തി രണ്ടുമാകരുത്. ഞാൻ ഇവിടെ പറഞ്ഞതിൽ ഈ വിഷയങ്ങളൊന്നും സൂചിപ്പിച്ചില്ല. ഞാൻ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയല്ല സംസാരിച്ചത്. ഞാൻ വളരെ വ്യക്തമായി, ഒന്നുമില്ലെങ്കിൽ പോലും ഞങ്ങൾ കുറെ നാളോട് പ്രവർത്തിക്കുന്നതാണ്. വരാമത് ചെയർമാനോട് സൂചിപ്പിച്ചു, ചെയർമാനെ വരുന്ന അജണ്ടകളിൽ കൃത്യത പാലിക്കണം. പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ എന്ന് പറയണം. അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ഒരുപാട് വാർത്ത വായിക്കാനാണെങ്കിൽ വാർത്തകൾ വായിക്കാൻ ഞങ്ങൾക്കും ഉണ്ട്, ഒരുപാട് പറയാൻ ഞങ്ങൾക്കും ഉണ്ട്. അവിടെ പറയാനാണ്, കവലപ്രസംഗം നടത്താനാണ് ഗിരി അവതരിക്കുന്നതിൽ ഞങ്ങൾക്ക് തുടക്കം മുതൽ ഇനി പറയേണ്ട വരും. ഓരോ ദിവസത്തെയും ഞങ്ങൾക്ക് പറയാനുണ്ട്. ഓരോ കൗൺസിൽ കഴിഞ്ഞ് അടുത്ത കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ മാത്രം ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. പക്ഷെ അതൊന്നും പറയാതെ ഒരു മാന്യതയും മര്യാദയായിട്ട് പോകുമ്പോൾ അത് കൃത്യമായി പാലിക്കണം. അതുകൊണ്ട് ഗിരി ഇത്തരത്തിൽ ആക്രമിക്കാനാണ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാപ്പുറങ്ങൾ വായിക്കാനാണ് ഗിരിയുടെ തയ്യാറെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് പുറങ്ങൾ ഞങ്ങളും വായിക്കും. ബഹുമാനപ്പെട്ട മേയർ അഷീബ സജി വഞ്ചൂര് അഷീബ ഒന്ന് പാട്രിക്ക് അല്ല ഷീബ പാട്രിക്ക് മൈ കൊടുക്കും. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഷീബ നമ്മളിവിടെ ആരെയും ട്രോളാനോ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ആകാനോ അല്ല നമ്മൾ എല്ലാവരും ഇവിടെ കൗൺസിലറായി വന്നിരിക്കുന്നത്. അവരവരുടെ നാടിലെ ക്ഷേമ പ്രവർത്തനങ്ങളും നാടിന്റെ വികസനത്തിലുമാണ് നമ്മൾ എല്ലാവരും ഒരുപോലെ കൗൺസിലറായി വന്നിരിക്കുന്നത്. ഇവിടെ ഒരു 13ാമത്തെ അജണ്ട മുൻ ഡെപ്യൂട്ടി മേയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 31 ലക്ഷം രൂപ ആ ഹോസ്പിറ്റല് മേയറും ഇവിടെ ഇരിക്കുന്ന കൗൺസിൽ അംഗങ്ങളും അവിടെ പരിശോധിക്കണം. ആ തീരദേശത്ത് 25,000 മത്സ്യത്തൊഴിലാളികളും അതിന് ചുറ്റുമുള്ള ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു തീരദേശ ഹോസ്പിറ്റലാണ്. അത് ഇപ്പോൾ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു 31 ലക്ഷം രൂപ ജനങ്ങൾക്ക് പ്ലാൻ ഫണ്ടോ ഓൺ ഫണ്ടോ എന്നൊന്നും അവർക്കറിയില്ല. നമ്മൾ കൗൺസിൽ വയ്ക്കുമ്പോൾ ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴി കാണുകയാണ്. ഈ ഫണ്ട് ഇവിടെ പാസ്സാകാൻ വേണ്ടി ഉന്നയിക്കുമ്പോൾ വഴുതക്കാട് വാർഡ് കൗൺസിലർ അത് ഏത് ഫണ്ടാണ് വിനിയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അവര് തന്നെ അതൊന്ന് ആലോചിക്കാം. ഏത് കമ്മിറ്റിയിലാണ് ഏത് സമയത്താണ് ഈ ഫണ്ട് വിനിയോഗിച്ചത്? അത് ബഹുമാനപ്പെട്ട മേയർ ഏത് ഫണ്ടായാലും അവിടെ പ്രവൃത്തി നടക്കണമെന്നാണ് എന്റെ ആവശ്യം. അത് പരിഹരിക്കും. അടുത്ത സജി അത് കഴിഞ്ഞ് മഞ്ചൂര് കൗൺസിലിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അത് ട്രോളിന് വേണ്ടിയും അതുപോലെ കവലപ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് എല്ലാ അംഗങ്ങൾക്കും കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ഗിരി കൗൺസിലർ അതിന്റെ ഒരു വ്യക്തത വരുത്തിയതാണ്. ഇവിടെ ഓൺ ഫണ്ടാണോ പ്ലാൻ ഫണ്ടാണോ എന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതിന് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കവലപ്രസംഗം പോലുള്ള പ്രസംഗങ്ങൾ ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല ഈ കൗൺസിൽ കണ്ടിട്ടുള്ളത്. ആരെല്ലാം എന്തെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ഇവിടുത്തെ രേഖകളിലുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ സ്ഥലം മാറ്റത്തെ സംബന്ധിച്ച് അതൊരു ഭരണ സംവിധാനം വരുന്ന സമയത്ത് അത് ചില മാറ്റങ്ങൾ അതിന്റെ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടുന്ന് സെക്രട്ടറി മാറിയില്ലേ, പുതിയ സെക്രട്ടറി വന്നു. അതിപ്പം ഏതെങ്കിലും പകരം വീട്ടലിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ പകപോക്കലിന്റെ ഭാഗമായിട്ടാണോ നമുക്ക് പറയാൻ സാധിക്കുമോ? അതുപോലെ മറ്റൊരു കാര്യം, ഈ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിഞ്ഞ കൗൺസിലിൽ ഇവിടെ പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട ഉദ്യോഗസ്ഥ കഴിഞ്ഞ കൗൺസിലിന് ഇവിടുന്ന് കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് കാണാനായിട്ട് പോയിട്ടുണ്ട്. അത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും നികുതി പിരിച്ചെടുക്കാൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചയിൽ അതിന് വൻ പരാജയമായിരുന്നു. എത്ര ശതമാനമാണ് ഇവിടെ നികുതി പിരിച്ചെടുത്തിട്ടുള്ളത്? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ചില ഭരണപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അപ്പൊ അതിനെ രാഷ്ട്രീയപരമായിട്ടും പകപോക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിനെ എല്ലാം രാഷ്ട്രീയമായിട്ട് വലിച്ചഴിച്ചുകൊണ്ട് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷെ അഭിപ്രായം പറയുന്ന ആൾക്കാർ അധിക്ഷേപിക്കരുത്. ഗിരി കൗൺസിലർ അദ്ദേഹം ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിൽ പോയി മത്സരിച്ച് ജയിക്കുന്നു പറഞ്ഞാൽ അത് അങ്ങയുടെ അംഗീകാരത്തെയാണ് കാണിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏത് വാർഡിൽ നിന്നാലും ഗിരിക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. സജി ഒരു മിനിറ്റ്. അതിന്റെ അല്ല
അല്ല ജനറൽ ഞാൻ അല്ലല്ല സജി കംപ്ലീറ്റ് ഉണ്ട്, കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ ഒരു ഒന്നിടപെട്ടിട്ടും അതായത് ജനറൽ വാർഡിൽ വനിതകൾക്ക് മത്സരിക്കാമെന്നുള്ള നിയമം ഉള്ളതുകൊണ്ടാണ് രാഖി രവികുമാറിന് വഴുതയ്ക്കാട് സ്ഥിരമായിട്ടിരിക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് അത് സാധിക്കാത്തതുകൊണ്ടാണ് മാറേണ്ടി വരുന്നത്. യെസ്, കണ്ടിന്യൂ ചെയ്തു. അഞ്ജനം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്നത് പറഞ്ഞതുപോലെയാണ്. ഇവിടെ ഈ അജണ്ടയിൽ പറഞ്ഞിരിക്കുന്നത് എസ്റ്റിമേറ്റ് എടുത്തത് അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് വെച്ചത്. അതാണ് പറഞ്ഞത്. ആ എസ്റ്റിമേറ്റ് തുക ഓൺ ഫണ്ടാണോ പ്ലാൻ ഫണ്ടാണോ എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ പ്രോജക്റ്റ് ഇല്ലാതാക്കണമെന്നല്ല, അത് വളരെ വ്യക്തമാണ്. അത് അത്രയും മാത്രമാണ് പറഞ്ഞത്. അത് കേട്ടോണ്ട് ഗിരി ഓവർ സ്മാർട്ട് കാണിച്ചതാണ്. അതായത് ഒരു പ്രത്യേക മേയർ, എനിക്ക് തോന്നുന്നത് ഗിരി അവിടെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കസേര കൂടെ ഇട്ട് അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കുറെ നല്ലത്. അതാ ഇതിന് മറുപടി പറഞ്ഞത് അവിടെ പണി ചെയ്തു കഴിഞ്ഞു, അത് ചെയ്തതിന് കുറ്റമാണോ, വലിയ തുറയിലെ ആശുപത്രി ചെയ്തത് കുറ്റമാണോ എന്ന് അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കിടപ്പാട് നഷ്ടപ്പെടുത്തിയത് കുറ്റമാണോ, അതിന് പണി ചെയ്യിപ്പിച്ചത് കുറ്റമാണോ എന്നാണ്. ഇത് പണി ചെയ്യിപ്പിച്ചതല്ല, ഇത് വായിച്ചു പോലും നോക്കിയില്ല, ചുമ്മാ അഴിച്ചങ്ങ് വിളമ്പുകയാണ്. എന്നിട്ട് ഇങ്ങനെ രേഖയും കാണിച്ചിട്ട് കാര്യമില്ല. ഗിരി വളരെ വിനയത്തോടുകൂടി പറയുകയാണ്, ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ടല്ല. അത് പറഞ്ഞതിന് ആ സെൻസിലെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ സെൻസിലെടുക്കട്ടെ, ഒന്ന് വായിച്ചു നോക്കിയിട്ട്. ഞാൻ അത് വായിച്ചു, അപ്പൊ രണ്ടാമത് ഒന്നുകൂടെ വായിച്ചു. ഇനി അങ്ങനെ എനിക്ക് കിട്ടിയതിൽ മാറിപ്പോയോ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എടുത്തിട്ട് വായിച്ചു നോക്കി, അങ്ങനെയാണോ എന്നുള്ളത്. അപ്പൊ ഇത് എന്തെങ്കിലും കേട്ടിട്ട് അങ്ങനെ പറയരുത്. പിന്നെ ഇവിടെ പറഞ്ഞത് ജീവനക്കാരനെ മാറ്റി ഷൂട്ടിംഗ് കാണാൻ പോയെന്ന്. പറയുകയാണ് ഷൂട്ടിംഗ് കാണാൻ പോയത്. അപ്പൊ ഷൂട്ടിംഗ് കാണാൻ പോയതായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ടാണോ, അങ്ങനെയാണോ ഇവിടുന്ന് മാറ്റിയത്? അതല്ല, കൗൺസിൽ നടക്കുന്ന സമയത്ത് കൗൺസിലിൽ ഇരിക്കാനായിട്ട് ചുമതലപ്പെട്ടയാൾ കൗൺസിൽ തീരുന്നതിന് മുമ്പ് കൗൺസിൽ വിട്ടുപോയി എന്നുള്ളതാണ്. അതാണെന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അതെ മേയർ മനസ്സിലാക്കിയതിനേക്കാളും കൂടുതലായി ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ല, ജീവനക്കാരനെ അദ്ദേഹം പഠിച്ച ബഹുമാനപ്പെട്ട മേയർ മനസ്സിലാക്കാറുള്ളത് ജീവനക്കാർ അല്ല. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് മേയർക്ക് തന്നെ സംശയം പറഞ്ഞതാണ്. മേയർക്ക് അപ്പൊ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് അവിടുന്ന് കോഴിക്കോട് ഇരുന്ന സെക്രട്ടറിയെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അജഗജാന്തരമാണ് ഇതൊക്കെ. എന്താണ് ഇതിനുള്ള ഉപമ എന്നുള്ളതിലേക്ക് പറയുന്നത് തന്നെ എന്താണെന്ന് അവർക്കറിയില്ല. പറഞ്ഞാൽ ഒരു ജീവനക്കാരിയെ എടുത്ത് ഇവിടുന്ന് എടുത്ത് മാറ്റി വേറൊരാളിനെ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരൊക്കെ ആരൊക്കെയാണ്? അതിനകത്ത് കയറി നോക്കി നോക്കണം. ബി.ജെ.പി. ഓഫീസായി പ്രവർത്തിക്കുകയാണ്. മേയറുടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ്. കുറ്റം പറയാനല്ല, അവിടുത്തെ കൗൺസിലർമാരൊക്കെ വന്നോട്ടെ. പക്ഷേ ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരെ അങ്ങ് മാറ്റിയിട്ട് അവിടെ മുഴുവൻ ബി.ജെ.പി. ഓഫീസാക്കി മാറ്റാനാണല്ലോ അതിനുള്ള ശ്രമമാണ്. ഒരു കാര്യം വർത്തമാനം വർത്തമാനം പറയാനല്ലേ? അല്ല, അങ്ങനെ പറഞ്ഞാൽ അല്ലല്ല, അദ്ദേഹം പറയട്ടെ. ഞങ്ങൾക്കാർക്കും പറയാൻ പാടില്ല, ഞങ്ങളും പറയാൻ പാടില്ല. അല്ല, അദ്ദേഹത്തിന്റെ അതല്ല, ഇപ്പൊ നിങ്ങൾ അതിന്റെ ഒരേ കാര്യം വർത്തമാനം പറയണ്ട. അങ്ങനെ കാര്യം ഓവർ സ്മാർട്ട് ആവാൻ വേണ്ടി വിൽക്കണ്ടെങ്കിൽ കയ്യിൽ വെച്ചിരുന്നാ മതി. ഓവർ സ്മാർട്ട് ഒക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. അല്ല, ഓവർ സ്മാർട്ട് ഒക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. അല്ല, അദ്ദേഹം പറയട്ടെ, വഞ്ചൂർ കൗൺസിൽ പറയട്ടെ. നിങ്ങൾക്ക് സമയം തരാം, വഞ്ചൂർ കൗൺസിൽ പറയട്ടെ. അല്ല, അത് മൈക്കില്ല. അല്ല, അദ്ദേഹം അവരവരുടെ അഭിപ്രായം പറയട്ടെ. നിങ്ങൾക്ക് സമയം തരാം, പറയണം, കംപ്ലീറ്റ് ചെയ്യണം, ചുരുക്കി കംപ്ലീറ്റ് ചെയ്യണം. ഇതില് ഇപ്പൊ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് ആ കാര്യം പറയേണ്ടി വന്നത്. അതിന്റെ മേലെ കയറി ആരും സ്മാർട്ട് ആവാൻ താങ്കൾ പൂർത്തിയാക്കൂ. ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഇവിടുത്തെ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തത് അനാവശ്യമായി ട്രാൻസ്ഫർ ചെയ്തത് മേയറുടെ അധികാരത്തിലാണെന്ന് ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായും ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതിപ്പം അനാവശ്യമായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്തത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല. അവിടുത്തെ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരാളിനെ ഇവിടെ നിന്നെടുത്ത്, അതായത് കേന്ദ്ര ഓഫീസിൽ നിന്നെടുത്ത് ആറ്റിപ്പറയിലുള്ള ഒരു ഓഫീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത് ഇതിനിടയ്ക്ക് ചർച്ചയായി വന്നപ്പോൾ പറഞ്ഞതാണ്. ഞാൻ അത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്നതാണ് പറയാനുള്ളത്. മറ്റത് ഗിരിയെ തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് ചെയ്ത പണിയല്ല, ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് ആണ്. അങ്ങനെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വർത്താനം പറയാൻ വേണ്ടി തയ്യാറാകണം. ഗിരികുമാർ, പാറ്റൂർ രാധാകൃഷ്ണൻ സംസാരിക്കും. പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു. ഞാന് വളരെ ബഹുമാനത്തോടെ എല്ലാവരോടും അങ്ങേറ്റത്തെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ദയവായി ഈ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ മേയർ അനുവദിക്കരുത്.
അപ്പൊ ഈ അജണ്ടകൾ ചർച്ച ചെയ്തിട്ട് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ചർച്ച ചെയ്യണമെങ്കിൽ അതിന് സമയം അനുവദിച്ച് എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ പറയാനുണ്ടല്ലോ. അപ്പൊ അത് വേറൊരു വിഷയം പറയുന്നു, അതിന്റെ കൂടെ ഇത് ചേർക്കുന്നു, പിന്നെ ആ ചർച്ച ആ വഴിക്ക് അങ്ങനെ കഴിഞ്ഞ 20 മിനിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഭരണ സംവിധാനങ്ങൾ മാറുമ്പോൾ, ഗവൺമെന്റ് മാറുമ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെയും DGPയെയും എല്ലാം മാറ്റുന്ന നാടാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡും അതിനപ്പുറത്തും പോകുന്ന നാടാണ്. പ്രത്യേകിച്ച് കാരണത്തോടെയൊന്നും അല്ല. ആറ്റിപ്പുറയല്ലേ 32 കൊല്ലമായിട്ടൊക്കെ ഒരു സീറ്റിൽ തന്നെ ഇരുന്ന ആളിനെ മാറ്റണമെന്നാണ് ബഹുഭൂരിപക്ഷം ജീവനക്കാരുടെയും വികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, അത് രാഷ്ട്രീയം കാണരുത്, അത് രാഷ്ട്രീയം നോക്കരുത്. എഫിഷ്യന്റ് ആളുകളെ ഈ സ്ഥലങ്ങളിൽ കൊണ്ടുവരണം, ഈ സ്ഥാനങ്ങളിൽ ഈ പോസ്റ്റുകളിൽ കൊണ്ടുവരണം. ഈ ഭരണ സംവിധാനം, ഈ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചേ മതിയാവും. അതിനിടയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൗൺസിലിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും ഇല്ലെന്നാണ്. അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് രാഷ്ട്രീയമായി ദയവായി ചർച്ച ചെയ്ത് പോകരുത്. കാര്യക്ഷമതയുള്ള ജീവനക്കാരെ കൊണ്ടുവരണം. അല്ലാത്തവരെ 3 അല്ല 30 പേരെ ട്രാൻസ്ഫർ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഗിരികുമാരോട് പറഞ്ഞ് നമുക്ക് ഹരിച്ചേട്ടാ ഒരൊറ്റ കാര്യം ഞാൻ തമ്പാനൂർ കൗൺസിലറും ചാക്കയെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിക്കാം. ഞാൻ ഒന്ന് തെറ്റായിട്ട് പറഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് ചെവി കേൾക്കാത്ത ആൾക്കാരാരുമില്ല. വളരെ വ്യക്തമായി വഴുതക്കാട് കൗൺസിലർ രാഖി രവികുമാർ പറഞ്ഞു, ഈ 2 മാസം കൊണ്ട് അത്യാവശ്യമായിട്ട് അവിടെ പണി ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്ത വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്താൽ മതി എന്ന് വലിയതുറ വാർഡിലെ ഹോസ്പിറ്റലിനെ കുറിച്ച് അങ്ങ് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യമില്ല, 2 മാസം കഴിഞ്ഞ് അങ്ങയുടെ വളരെ സീനിയർ ആള് പറഞ്ഞതാണ് സംസാരിക്കുമ്പോ ഇടയിൽ കയറരുതെന്ന്. ഞാനല്ല, ഒന്ന് അനുസരിക്കാൻ പഠിക്ക്, സ്വന്തം കക്ഷി നേതാവിനെ അനുസരിക്കാൻ പഠിക്ക്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യമില്ല, 2 മാസം കഴിഞ്ഞിട്ട് പ്ലാൻ ഫണ്ടിലൊക്കെ ഉൾപ്പെടുത്തി ചെയ്താൽ മതിയെന്ന്. അങ്ങനെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന പ്രവൃത്തികളുടെ ഞാൻ അങ്ങോട്ടേക്കായിട്ട് വാക്ക് തർക്കത്തിനൊന്നുമല്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു പ്രവണത തുടങ്ങി വെക്കാൻ ശ്രമിക്കുകയാണ്. അത് മുളയിലെ നുള്ളണം എന്ന് തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് തുടക്കത്തിൽ തന്നെ മറുപടി അർഹിക്കുന്നതായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി കൂട്ടി യോജിപ്പിച്ച് പറയാം. ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ പറഞ്ഞു ഇവിടെ നിന്ന് ആറ്റിപ്പുറോട്ട് മാറ്റിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാറ്റിയത് വളരെ മോശമായി പോയെന്ന്. അതിനേക്കാളും വലിയൊരു മോശം പ്രവൃത്തി നിങ്ങളുടെ കേരള സർക്കാർ ഇന്നലെ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് മാറ്റി കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കേരള സർക്കാർ, ഈ നിങ്ങൾ ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരള സർക്കാർ തന്നെ ഇതേ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്ത് പോലെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുന്നതാണെന്നുള്ളത് നമ്മളാരും അറിഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട. അതിനെക്കുറിച്ച് നിങ്ങൾ കേരളത്തിനും പറയേണ്ട കാര്യമില്ല. ചാക്ക ശ്രീ പറഞ്ഞു. ചാക്ക കഴിഞ്ഞിട്ട് തമ്പാനൂർ സംസാരിച്ച് ഈ വിഷയം ക്ലോസ് ചെയ്യണേ. സാർ, അങ്ങ് ഈ സഭയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നല്ല നിലയ്ക്കൊരു ഇടപെടൽ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനൊരു സൂചനയല്ല ഇപ്പൊ കണ്ടുവരുന്നത്. അതില് സാധാരണ നിലയ്ക്ക് ഇപ്പൊ 1 മാസമേ ആയിട്ടുള്ളൂ. അങ്ങനെ അങ്ങ് എല്ലാ കാര്യങ്ങളിലും വിട്ടു തന്നുകൊണ്ട് സുഗമമായി എല്ലാം ചെയ്തു പോകാമെന്നുള്ള ധാരണയും നമുക്ക് വരേണ്ടതില്ല. നഗരസഭയുടെ കൗൺസിൽ യോഗങ്ങൾ ചേരുമ്പോ ഒരു അജണ്ട ചർച്ച ചെയ്യുമ്പോ അജണ്ടയിൽ പറഞ്ഞ കാര്യങ്ങൾ എസ്റ്റിമേറ്റിനുള്ള അംഗീകാരം, അതിൽ കഴിഞ്ഞ നമ്മുടെ നഗരസഭാ തെരഞ്ഞെടുപ്പില് റാമ്പ് കിട്ടുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് നമ്മുടെ അംഗീകാരത്തിന് വേണ്ടി കൗൺസിൽ മുമ്പാകെ കൊണ്ടുവന്നു ഈ അജണ്ടയിൽ. അത് വ്യക്തതയില്ലാത്തത് കൊണ്ട് അത് സൂചിപ്പിച്ച് ചോദിച്ചതാണ്. എന്തുകൊണ്ട് എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകണം എന്നതിൽ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ് രാഖി രവികുമാർ ഒരു ചോദ്യത്തിൽ പറഞ്ഞത്. മറ്റൊരു കാര്യം പറഞ്ഞത് 31,05,000 രൂപയുടെ ഒരു ഫണ്ട്, അത് കഴിഞ്ഞ വലിയതുറ വാർഡിൽ LDFിന്റെ കൗൺസിലർ തന്നെ, അതിലെ അവിടുത്തെ ആളുകൾക്ക് ആർക്കും സംശയം വരേണ്ട കാര്യമില്ല, കഴിഞ്ഞ കൗൺസിലർ 31 ലക്ഷത്തിന് കൗൺസിലറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടത്. അംഗീകരിക്കപ്പെട്ട ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചപ്പോ ചില ആളുകൾക്ക് ഭയങ്കര ഇളവുകയാണ്. എന്തിനാണ് ഇളകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് ആ എസ്റ്റിമേറ്റ് തുക ഏത് ഫണ്ടിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് ഒരു ചോദ്യം. അത് ഈ അജണ്ടയിൽ
വ്യക്തത വരുത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് ചോദിച്ചാൽ ഉടനെ തന്നെ അതിന് മറുപടി ആരാണ് പറയേണ്ടത്? അതിന് മറുപടി പറയേണ്ടത് ഏതെങ്കിലും ഒരു കൗൺസിൽ പറയണോ? അല്ലെങ്കിൽ ഞാൻ അയച്ചു തന്നതിന് മറുപടി പറയണോ? അതിന് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ് ഈ അജണ്ട അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് മറുപടി വേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളിന് മറുപടി പറയാനുള്ള അവസരം കൊടുക്കാതെ ഇടപെടുന്ന രീതി ചെറുക്കാൻ അങ്ങ് തയ്യാറാകണം. അതാണ് ഇവിടുത്തെ വിഷയം. അതില് രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്തിടുക. രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്തിട്ടാൽ പിന്നെ ഞങ്ങളത് കേട്ടുകൊണ്ടിരിക്കുവോ? ഞങ്ങളും തിരിച്ച് വളരെ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയും. ജീവനക്കാരെ സംബന്ധിച്ച് ട്രാൻസ്ഫർ ചെയ്ത നടപടിയെ സംബന്ധിച്ച് വലിയ വാദങ്ങളാണ്. സ്വാഭാവികമായും ഭരണം മാറുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട സെക്രട്ടറിയെ നിങ്ങൾക്ക് പിന്നെ തന്നു കാണും. അങ്ങനെയാണല്ലോ. ഇപ്പൊ മേയർ ആവശ്യപ്പെട്ട സെക്രട്ടറി ഇപ്പൊ നിലവിലുള്ള ആളിന് അതിന് മറുപടിയാണ്. സെക്രട്ടറി മാറിയില്ലേ? സെക്രട്ടറി മാറിയില്ലേ? സ്വാഭാവികമായും പുതിയതായി വന്ന ഭരണ സംവിധാനത്തിൽ പുതിയതായി വന്ന ആളുകൾ ആവശ്യപ്പെട്ട സെക്രട്ടറിയെ സ്വാഭാവികമായി ഡിപ്പാർട്ട്മെന്റ് തന്നായിരിക്കും. അങ്ങനെയാണല്ലോ. ഇവിടെ ട്രാൻസ്ഫർ ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിഷയം വരുന്നത് എന്താണ്? ഒന്ന്, പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറെ ഫൈൻ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഞങ്ങൾക്കും CPM-നും ഇവിടെ നേരത്തെ തന്നെ ഞങ്ങൾ ഭരിച്ചിരുന്ന അവസരത്തിലും ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വരുന്നുണ്ട്. BJP-ക്ക് 20 ലക്ഷം രൂപയുടെ ഫൈൻ പിന്നെ ഈടാക്കുന്നതിനുള്ള നോട്ടീസ് കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്നു. ആ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടുത്തെ സുഗമമായ നടത്തിപ്പിന് ജീവനക്കാർ നിങ്ങളുടെ ശത്രുക്കളാണോ? ജീവനക്കാരെ വെറുപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ കഴിയുമോ? ജീവനക്കാരുടെ തെറ്റായിട്ടുള്ള വാസനകളെ ഒന്നും തന്നെ ഞങ്ങൾ അനുകൂലിച്ചിട്ടുള്ളവരല്ല. അവരുടെ സംഘടന, ഞങ്ങളുമായി യോജിപ്പുള്ള സംഘടനയിൽപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ തെറ്റ് ചെയ്തിട്ടുള്ള അവസരങ്ങളിലെല്ലാം തന്നെ അതിനെതിരായി അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഭരണസമിതിയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പല ആളുകൾ മേയർമാരായിരുന്നപ്പോൾ നിരവധി ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അവരെല്ലാം ഏത് സംഘടനയിലുള്ളത്? അപ്പൊ ജീവനക്കാരെ സംബന്ധിച്ച് ജീവനക്കാർ പല രൂപത്തിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ അംഗീകരിക്കുന്നവരല്ല. മറിച്ച് നിങ്ങൾക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി, നമ്മുടെ നഗരസഭയ്ക്ക് വേണ്ടി കൃത്യമായി ജോലി ചെയ്ത ജീവനക്കാരെ അവരെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അവരെ ട്രാൻസ്ഫർ ചെയ്ത നടപടിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെ ചെറുതായ രൂപത്തിൽ കാണേണ്ടതില്ല. അതിന് മറുപടിയാണ്. AG ട്രാൻസ്ഫർ ചെയ്തില്ലേ കാസർഗോഡ്? എവിടെ AG? ഈ AG എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് വിവരമുണ്ടോ? ഒന്ന് ചുരുക്കിയാൽ ബാക്കി കാര്യങ്ങളിലേക്ക് പോകായിരുന്നു. ആയിക്കോട്ടെ. AGയെ സംബന്ധിച്ച് ആരെല്ലാം മാറിയിട്ടുണ്ട്? അക്കൗണ്ട് ജനറൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് മാനേജ് ഈ കൗൺസിൽ ചോദിക്കാൻ കാസർഗോഡ് AGയെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് വിവരക്കേടാ. അപ്പൊ അങ്ങനെയുള്ള വിവരക്കേട് പ്രയോഗിച്ചുകൊണ്ട് ഈ സഭയിൽ തെറ്റായിട്ടുള്ള വർത്തമാനം പറഞ്ഞു വന്നാൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ, ആ രൂപത്തിൽ തന്നെ ഇവിടുത്തെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മേയർ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം സൂചിപ്പിക്കുക. മേരി വിഷയം കൂടെ കഴിഞ്ഞാൽ എല്ലാരും അത് UDF പറയാനുള്ള എല്ലാം കൂടെ കാച്ചു കൂട്ടി അങ്ങ് പറഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് പോവാം. അതല്ല പറയുന്നത് സാറേ. ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാർഡ് വല്യതറ വാർഡ് ഇപ്പോഴെന്ന് പറയുന്നത് നേരത്തെയുള്ള ഭീമാപ്പള്ളിയിൽ നിന്ന് കുറെ ഭാഗം കൂട്ടിച്ചേർത്ത്, നേരത്തെ ഭീമാപ്പള്ളിയിൽ ഇരുന്ന് ഞങ്ങളുടെ തന്നെ മിലാനി പെരേര UDF-ന്റെ കൗൺസിലർ ഭരിച്ചിരുന്ന സ്ഥലത്താണ്. പക്ഷെ വർഷങ്ങളായിട്ട് ഈ ഒരു ആവശ്യവുമായിട്ട് ആ കുട്ടി കയറി ഇറങ്ങിയിട്ട് ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. ഈ ലാസ്റ്റ് സമയത്തെങ്കിലും ഇപ്പോഴെങ്കിലും അത് ഏത് ഫണ്ടായാലും കുഴപ്പമില്ല. അവിടെ അത്രത്തോളം ആശുപത്രിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഹോം ഫണ്ടിൽ തുടങ്ങിയിട്ട് പിന്നെ പ്ലാൻ ഫണ്ട് ആക്കിയാൽ മതി. അത് പിന്നെ ബാക്കിയുള്ള കാര്യം. ഇപ്പൊ ഹോം ഫണ്ടിൽ പോകാൻ ഒരു കാര്യം ഏറ്റവും സാർ ഉൾപ്പെടെ നമ്മൾ അനുഭവിച്ചതാണ് ദാണ്ട ഈ മൈക്കുകൾ. ഈ സൈഡിൽ ഒന്നും മൈക്കില്ല. ഇവരിവിടെ നിന്ന് അങ്ങോട്ട് എത്തിപിടിക്കാൻ സാറിന് അറിയാവുന്ന കാര്യം. അപ്പൊ അതൊന്നും അതിനേക്കാളും ഗതികേടാണ്. ഇന്ന് എന്റെ കൂടെയുള്ള കൊച്ചു പിള്ളേർ കളിയാക്കിയാണ്, എന്തോന്ന് ചേച്ചി നിങ്ങളൊക്കെ 5 വർഷം ഈ ബാത്റൂമിലാണ് പോയതെന്ന്. അവിടെ ചവട്ട് കുറ്റിയാണ്.
സാറിന് ഇത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാൽ കാണിച്ചു തരാം, കുഴപ്പമൊന്നുമില്ല, വന്ന് നോക്കണം, ചിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാരും കൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്ന് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കി തരണം ദയവ് ചെയ്ത്. ട്രാൻസ്ഫറിനെ പറഞ്ഞാലേ പാസ്സാക്കേണ്ടത് പാവപ്പെട്ട മേഡത്തിനെ കോഴിക്കോട്ട് നിന്ന് ഇവിടെ ഇത് സജീവമായി പ്രവർത്തിച്ചിരുന്ന സെക്രട്ടറി കോഴിക്കോട്ടത്തേക്ക് മാറ്റി. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രമേയം ആദ്യം പാസ്സാക്കാം. ട്രാൻസ്ഫറാണ് വിഷയമെങ്കിൽ പിന്നെ ഇവിടുത്തെ കണ്ടിജൻസി ജീവനക്കാർ, ഞാൻ LDFയുടെ കാലഘട്ടത്തെ കുറിച്ച് കണ്ടിജൻസി ജീവനക്കാർക്ക് നമുക്ക് INTC യൂണിയന്റെ തൊഴിലാളികളുണ്ട്. INTC ആണെങ്കിൽ അപ്പൊ അങ്ങ് അറ്റം ജോലി ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച യൂണിയൻ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അതിന് ആ കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട, അത് കാലാകാലങ്ങളുടെ ഭരണസമിതിയുടെയും ഗവൺമെന്റിന്റെ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഈ പറയുന്ന ഇതിനുള്ള എസ്റ്റിമേറ്റുകൾക്ക് വളരെ വ്യക്തത വേണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ എല്ലാവരും മറുപടി പറഞ്ഞു കഴിഞ്ഞാലേ, അതായത് ഇനി ഇതൊരു കൂടെ തീർത്തിട്ട് അവസാനിപ്പിക്കണേ. കാരണം അദ്ദേഹം കഴിഞ്ഞിട്ട് മുൻമേയർ ഈ കാര്യത്തിൽ ഈ വലിയതറ വാർഡിലെ കാര്യത്തെ സംബന്ധിച്ച് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഈ കുന്നുകുഴി വാർഡ് കൗൺസിലർ ഇവിടെ സൂചിപ്പിച്ചൊക്കെയാണ്. അങ്ങ് ഇതിനെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കണം. ഈ നേരത്തെയുള്ള ഭീമാപള്ളി വാർഡിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലമാണ് ഈ നമ്മുടെ ഹെൽത്ത് സെന്റർ ഇരിക്കുന്ന സ്ഥലമെന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ അല്ല, അങ്ങനെയല്ല, വലിയതറ വാർഡിൽ നേരത്തെയുള്ള വലിയതറ വാർഡിന്റെ ഭാഗത്താണ് ഈ അവിടുത്തെ ഹെൽത്ത് സെന്റർ ഇരിക്കുന്ന ആശുപത്രി ഇരിക്കുന്നതെന്ന് ഞാൻ ഈ സഭയിൽ സൂചിപ്പിക്കുകയാണ്. അത് തന്നെ അല്ല, അവിടെ അതിന് മറുപടി ഞാൻ പറയാം. ഭീമാപള്ളി എന്തെങ്കിലും പറയണ്ട, ചുരുക്കി പറഞ്ഞങ്ങ് അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഭീമാപള്ളിയുടെ, അതായത് ഭീമാപള്ളി നൂറുൽ ഇസ്ലാം അറബി കോളേജ് മുതൽ കറുപ്പായ റോഡ് വരെയാണ് പഴയ ഭീമാപള്ളി വാർഡ്. ആ പഴയ ഭീമാപള്ളി കറുപ്പായ റോഡിന്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന് അടുത്താണ് വലിയതറ ഹോസ്പിറ്റൽ. പഴയ ഭീമാപള്ളി വാർഡ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അല്ല, കഴിഞ്ഞ ഇപ്പൊ കൂട്ടിച്ചേർത്തത് അത് വലിയതറ വാർഡിലാണ് വരുന്നത്. സെന്റ് സേവിയസ് വരെ ഭീമാപള്ളി വാർഡും സെന്റ് സേവിയസ് കഴിഞ്ഞാല് അത് വലിയതറ വാർഡിലുമാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഈ പാറ്റൂർ പഴയ മിലാനി പെരേരയുടെ വാർഡായിരുന്നു. മിലാനി പെരേര കൗൺസിലർ. ഞാൻ മേരി പുഷ്പം, ഞാൻ കൺക്ലൂഡ് പറയാതെ ഈ ചർച്ച വന്നതിന്റെ കാര്യം പറയാം. പാറ്റൂർ കംപ്ലീറ്റ് ചെയ്യും. ബഹുമാനപ്പെട്ട മേയർ, വിവരക്കേട് ആര് പറയുന്നു എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അഡ്വക്കേറ്റ് ജനറലിനെ മാറ്റി, അല്ലെങ്കിൽ DGPയെ ഭരണ സംവിധാനം മാറിയപ്പോ മാറ്റി എന്ന് പറഞ്ഞാൽ മാറ്റി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. യെസ്, അപ്പോ നമുക്കത് അവസാനിപ്പിക്കാം. ഇപ്പോ മുൻ ബഹുമാനപ്പെട്ട മുൻ മേയർ ഉൾപ്പെടെ ചില വാർഡുകളുടെ അതിർത്തിയുടെ കാര്യത്തിലൊക്കെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞു. അദ്ദേഹം മേയർ ആയിരുന്ന ആളാണ്, ഭൂമിശാസ്ത്രപരം അറിയാൻ സാധ്യതയുള്ള ആളാണ്. അവിടുത്തെ കൗൺസിലർമാർ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഇതിൽ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഡീലിമിറ്റേഷൻ വന്നപ്പോഴേക്കും ഉദ്യോഗസ്ഥർ കുറെ തയ്യാറാക്കി വെച്ച് വേറെ എവിടെ നിന്നൊക്കെ കുറെ ഡയഗ്രങ്ങൾ വന്നു. ഇപ്പൊ ആർക്കും വാർഡുകളും സ്ഥാപനങ്ങളും എവിടെയാണെന്ന് അറിയാത്ത, അത് 2-3 വർഷം എടുക്കും ഇത്. അല്ല, ഞാൻ പറഞ്ഞത് ചില അറിയാവുന്നവരുണ്ട്, അറിയാവുന്ന ഒരു കൺഫ്യൂഷൻ ടോട്ടലി ഉണ്ട്. 2-3 വർഷം എടുക്കും ക്ലാരിറ്റി വരാൻ വേണ്ടി. എന്തായാലും നമുക്ക് നോക്കാം, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അപ്പോ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇവിടെ ഞാനത് ഓരോന്നായിട്ട് നേരത്തെ വായിക്കാത്തത് കൊണ്ടാണ്. എല്ലാം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ പാസാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന മുൻ മേയറായിരുന്നാലും ഡെപ്യൂട്ടി മേയറായിരുന്നാലും മുൻ ചെയർപേഴ്സൺമാരായിരുന്നാലും ഒക്കെ ഇവർക്കൊക്കെ ഏത് ഫണ്ടാണെന്ന് കൃത്യമായിട്ട് അറിയാമായിരിക്കും എന്നാണ് എന്റെ ഉദ്ദേശം. ഈ ഹോസ്പിറ്റലിന്റെ കാര്യം മെയിന്റനൻസ് ഫണ്ടാണ്. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങള് അതിനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മൊത്തത്തില് ഒന്ന് പറഞ്ഞു പോകാമായിരുന്നു അടുത്ത കൗൺസിൽ മുതലെങ്കിലും. നമുക്ക് ശരിക്കും നമ്മളും ഒക്കെ ആഗ്രഹിക്കുന്നത് ഏത് ഫണ്ടാണെന്ന് അറിയണം എന്നുള്ളത് തന്നെയാണ്. ഇത് പാസ്സാക്കി വെച്ചിരിക്കുന്നത് മാത്രമായത് കൊണ്ടാണ് പാസ്സാക്കാനായിട്ട് വന്നത്. ഇതുപോലെയുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് കേരളത്തിൽ ഒരേ ഒരു ഹോസ്പിറ്റലുണ്ട്, സിദ്ധ ഹോസ്പിറ്റൽ. അവിടെ 20 ബെഡുള്ള ഒരു ഹോസ്പിറ്റലാണ്. എന്ത് ചെയ്തു കഴിഞ്ഞ ഭരണ കാലയളവിൽ എന്നുള്ളതാണ് അറിഞ്ഞുകൂടാത്ത. അവിടുത്തെ ഡ്രെയിനേജ് പൊട്ടിപ്പോവുകയാണ്, അവിടെ വെള്ളം കിട്ടുന്നില്ല, അവിടുത്തെ മെയിന്റനൻസ് ഒക്കെ എത്ര പ്രാവശ്യമായിട്ട് വന്നു കയറുകയാണ്. അപ്പൊ ഈ ഭരണ ഇപ്പോഴാണ് നമുക്ക് ഈ 1 മാസത്തിനകം എത്ര ഫയലുകളാണ് വന്നതെന്നറിയാവോ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതും തീരദേശ പ്രദേശങ്ങളിലുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അത് ഏത് ഫണ്ടായാലും കുഴപ്പമില്ല, എത്രയും വേഗം നടപ്പിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ പാസ്സാവട്ടെ. ഏത് കൗൺസിലർ ആയിരുന്നാലും കുഴപ്പമില്ല,
ആ റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ഭരണസമിതി പാസ്സായ കാര്യങ്ങളൊക്കെ പാസ്സാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ഇട്ടിട്ടുള്ളത്. അപ്പോ ഈ ഫണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് ഇനി അടുത്ത കമ്മിറ്റി മുതൽ ഏതാണെന്നുള്ളതിന്റെ വ്യക്തത വരുത്തുവാനായിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, സബീനാഥ് കൗൺസിലറും മറ്റുമൊക്കെ പറഞ്ഞതുപോലെ കുടിവെള്ള പ്രശ്നം. ശരിക്കും തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ചെയ്തിട്ടുള്ള സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളിടത്ത് സീവേജിന്റെ പ്രശ്നവും കുടിവെള്ളം പൊട്ടി ഒലിക്കുന്ന ഒരു അവസ്ഥയുമാണ്. നമ്മള് സ്മാർട്ട് റോഡിന്റെ അധികാരികളെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ഭരണസമിതി ഏത് സമയത്തിരുന്നപ്പോഴാണ് ചെയ്തത്. എല്ലാവരും കൗൺസിലർമാരാണല്ലോ. അതായത് ആശുപത്രികളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക വിഷയങ്ങൾ ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ചെയർമാൻ അറിയിച്ചാൽ ഹെൽത്ത് നോക്കോളൂ, മെഡിക്കോളൂ എന്തെങ്കിലും ഉണ്ടോ? ചുരുക്കി പറയണേ, വളരെ ചുരുക്കി. വാർഡിൽ പെടുന്ന മെഡിക്കൽ കോളേജ് വാർഡും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ നമ്മുടെ മരാമത്ത് വർക്കുകളെ കുറിച്ചുള്ള ലിസ്റ്റ് ഞാൻ കൊടുത്തിരുന്നു. ഇതിന് നമുക്ക് തന്ന പുസ്തകത്തിനകത്തില്ല, അതിന്റെ മെഡിക്കൽ കോളേജ് വാർഡിനകത്തുള്ള ഇല്ല. അത് മതി. ഓക്കെ, അപ്പോ കൗൺസിൽ അവസാനിക്കുകയാണ്. ഇനി ഒരു കാര്യം LDF പാർലമെന്ററി പാർട്ടി ചെയർമാൻ പറഞ്ഞൊരു മറുപടി പറയാം. ഇവിടത്തെ എല്ലാ ഉദ്യോഗസ്ഥരോടും ഈ ഭരണസമിതി അവരുടെ ഭാഗത്ത് തൃപ്തികരമായ പ്രവർത്തനം നടത്തുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉദ്യോഗസ്ഥരോട് ഏറ്റുമുട്ടി ഭരണസമിതി പോകുന്നു എന്നുള്ളൊരു പ്രചരണം നടത്തേണ്ട, അതുവരെ പോവുകയില്ല. വെറുതെ അവരെ ആവേശം കയറ്റിയിട്ട് അവരോട് തെറ്റിദ്ധാരണകൾ പരത്താൻ ആരും ശ്രമിക്കരുതെന്നാണ് പറയാനുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥരും പരമാവധി നല്ല ജോലി ഭരണസമിതിയായിട്ട് തുറന്ന ഒരു സഹകരണത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് അഭിപ്രായം. അപ്പോ നമ്മുടെ ഇന്നത്തെ കൗൺസിൽ യോഗം സമാപിക്കുകയാണ്. നമ്മുടെ മുൻ സെക്രട്ടറി ശ്രീ ജഹാംഗീർ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു യാത്രയപ്പ് നൽകിയതിനു ശേഷം നമുക്ക് പിരിയാം. കൗൺസിൽ യോഗം അവസാനിച്ചു.